നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് യാത്രകളാണ്. ഒരു യാത്ര തുടങ്ങുമ്പോൾ എപ്പോഴും അത് മനോഹരമായിട്ടും സന്തോഷകരമായിട്ടും അവസാനിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോരുത്തരും ഓരോ യാത്ര തുടങ്ങുന്നത്. വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഒന്ന് ജീവിതത്തിൻ്റെ യാത്രയാകാം, അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കുള്ള യാത്രയാകാം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ യാത്രയാകാം. ഇങ്ങനെ പലതരത്തിലുള്ള യാത്രകളുണ്ട്. അത് എല്ലാ യാത്രകളും ശുഭകരമായി അവസാനിക്കണമെന്നുമില്ല. ഓരോ യാത്രകളും മനോഹരമായി തുടങ്ങുകയും ശുഭകരമായിട്ട് അവസാനിക്കണമെന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. ചില യാത്രകൾ വളരെ സന്തോഷത്തോടുകൂടി തുടങ്ങുകയും വളരെ വേദനാജനകമായി അവസാനിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഈശ്വരൻ എപ്പോഴും മനുഷ്യന് പ്രകൃതിയിലേക്ക് കൊടുത്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സന്തോഷവും സങ്കടവും ഇടകലർന്നിട്ടാണ് ജീവിതത്തിൻ്റെ അവസ്ഥ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാകണമെന്നും എപ്പോഴും സങ്കടം ഉണ്ടാവണമെന്നുമില്ല. ഈ സന്തോഷമായാലും സങ്കടമായാലും അത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങളായി തന്നെ കാണുക. സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും അതിനെ വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി എടുക്കാൻ സാധിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്ത കാഴ്ചകൾക്കപ്പുറമാണ് കാണുന്ന കാഴ്ചകൾ എന്ന് വിശ്വസിക്കുന്നു. എല്ലാം നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കണ്ണ് ഏറ്റവും മനോഹരമായിട്ട് കാണാനുള്ളതും ഏറ്റവും സന്തോഷത്തോടുകൂടി കാണാനുള്ളതും എന്നാൽ ഏറ്റവും മോശമായിട്ട് കാണാനുള്ളതും തെറ്റായിട്ടുള്ളത് കാണാനുള്ളതുമാണ്. കാഴ്ച ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഓരോ വ്യക്തികളും ഓരോ കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരാണ്, ഓരോ വ്യക്തിത്വങ്ങളുള്ളവരാണ്. അവരെങ്ങനെയാണ് ഓരോന്നിനെയും കാണുന്നതും സമീപിക്കുന്നതും എന്നുള്ളിടത്താണ് ഓരോരുത്തരുടെയും വിജയമെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഞാൻ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഒരുപാട് പേര് നമ്മളടുത്ത അഭിപ്രായങ്ങൾക്കും ഓരോ സംശയങ്ങൾക്കുമായിട്ട് നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വിളിച്ച് കാണാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. എല്ലാ പേർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഓർത്ത് ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചതിനും നിങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി എപ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. എല്ലാ പേരോടും നന്ദി മാത്രമേ ഉള്ളൂ. ജീവിതം എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ പേരോടും നന്ദിയാണ്. നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ഈ ലോകം കാണാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി തന്നതിന് അവരോട് തീരാത്ത നന്ദിയാണ്. നന്ദി ഉള്ളിടത്ത് മാത്രമേ പ്രകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ശാന്ത റോയൽസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്ദിയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള ബോധ്യമൊന്നും എനിക്കില്ല. പക്ഷെ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അറിവുകളുമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്കിങ്ങനെ തുറന്ന സംവാദത്തിലൂടെ നിങ്ങളോട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഒരു ചാലകമായിട്ട് DNA ചാനൽ ഒരവസരം തന്നതിൽ അവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കല്ലുകൾക്ക് എപ്പോഴും പ്രാധാന്യമുള്ളതുപോലെ ഞങ്ങളെ വിളിച്ച കുറേ ആൾക്കാർ അവരെ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കല്ല് ധരിക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ആവശ്യമുള്ള ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട പോസിറ്റീവ് എനർജി, ആ എനർജി നമ്മളിൽ നിന്ന് കുറയുമ്പോൾ, നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസരണം അധികമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമിതമായിട്ടുള്ള ടെൻഷനും അമിതമായിട്ടുള്ള തടസ്സങ്ങളും ഒരു കാര്യത്തിലും ഒരു വളർച്ചയില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും വിശ്വാസം, അത് ഏത് മതവിഭാഗക്കാരായിട്ട് അവരവരുടെ വിശ്വാസങ്ങൾ വച്ച് അവർ ഓരോ റെമഡീസ് ചെയ്യാറുണ്ട്. ആ റെമഡീസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കല്ല്. കല്ല് ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജീസും നമുക്ക് വരാനുള്ള
ഏറ്റവും വലിയ ദോഷമെന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നത് കുഞ്ഞുനാൾ തൊട്ടേ കേൾക്കുന്നതാണ് കണ്ണുദോഷം. കണ്ണുദോഷം ഭയങ്കര വലുതാണ്. അപ്പോൾ ഈ കണ്ണുദോഷം പല തരത്തിലുണ്ട്. അത് ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ പോയി ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത് നിൽക്കുന്നവരായി, അയ്യോ അവന് വണ്ടിയുണ്ട് കേട്ടോ, അവന് കാറുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് ദോഷവശങ്ങൾ സംഭവിക്കും. സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ പെട്ടെന്ന് നമുക്കൊരു ക്രൈസിസ് ഉണ്ടാവുന്നു, നമുക്കൊരു വഴികളും തെളിയുന്നില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു, നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ല, സന്തോഷമില്ല. ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ കണ്ണുദോഷത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. നമ്മൾ കാണാത്തതായിട്ടും നമ്മൾ ചിന്തിക്കാത്തതായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാ പേർക്കും വേണം. നമ്മൾ എല്ലാ പേരും എല്ലാം തികഞ്ഞവരല്ല, എല്ലാ പേരും അറിവിൽ സമ്പന്നരല്ല. എപ്പോഴും നമുക്ക് വരുന്ന കമൻസുകളിൽ ചില ആൾക്കാർ ആ കമൻസ് എഴുതിയിടുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കമൻസ് എന്ന് പറയുന്നത് ആർക്കും ഇരുന്ന് എഴുതാൻ സാധിക്കുന്ന ഒന്നാണ്. അതെങ്ങനെ വേണോ വിശകലനം ചെയ്ത്, നമ്മുടെ ഇന്ത്യ ഭരണഘടന അനുസരിച്ച് ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എന്ത് വേണോ ചെയ്യാം, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ലാതെ എന്ത് വേണോ ചെയ്യാമെന്നുള്ളൊരിതുണ്ട്. പക്ഷെ മോശമായിട്ടുള്ള കമൻസ് ആയാലും, മോശമായിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള എന്ത് പ്രവൃത്തികളായാലും ആ പ്രവൃത്തിക്ക് ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ അനുസരിച്ചിട്ടുള്ള ഒരുപാട് നിയമ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് പ്രകാരം ഇന്ന് ആർക്കും എവിടെയും ഇരുന്ന് ഒരു കമൻറ്റ് എന്തിൻ്റെ പേരിലും ഇടാൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ആ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ ഈ ഇടുന്ന ആളിനെ കുറിച്ച് ആദ്യം ഒരു വിലയിരുത്തൽ ഉണ്ടാവണം. ഒരാൾക്കൊരു കമൻ്റ് ഇടാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സക്സസ് ആയിട്ടുള്ള ഒരാൾ, ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷനാണ്. ആ പ്രൊഫഷൻ സംബന്ധിച്ചിടത്തോളം ഇന്ന് വ്യത്യസ്തമായ പ്രൊഫഷൻ ചേർന്നിട്ടാണ് നമ്മുടെ സമൂഹവും നാടും എന്നുള്ള കാര്യം എപ്പോഴും എല്ലാവരും ബോധ്യപ്പെടണം. നമ്മുടെ നാട്ടിൽ കർഷകൻ വേണം, നമ്മുടെ നാട്ടിൽ ഫാക്ടറികൾ വേണം, നമ്മുടെ നാട്ടിൽ മാനുഫാക്ചറിങ് വേണം, നമ്മുടെ നാട്ടിൽ നമ്മളിടുന്ന ഓരോ വെറൈറ്റി ആയിട്ടുള്ള വീട് വയ്ക്കാനുള്ള കൺസ്ട്രക്ഷൻസ്, മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വേണം. ഇതെല്ലാം ഒരു ആനുപാതികമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സമൂഹം ആ അവസ്ഥ നിലനിർത്തുന്നത്. നമുക്ക് ഡോക്ടേഴ്സ് വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിശപ്പുണ്ട്, നമ്മുടെ നാട് ഫുള്ള് ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾ രാവിലെ ആഹാരം കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ട്രിപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കും. ആഹാരം കഴിക്കണമെങ്കിൽ കർഷകൻ വേണം. കർഷകൻ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റൂ. എല്ലാത്തിൻ്റെ ബേസിക് കർഷകനാണെന്നും എല്ലാത്തിൻ്റെ ബേസിക് ആഹാരമാണ്. മനുഷ്യൻ എന്ത് ചെയ്താലും അവൻ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടും അവൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ്. ആഹാരമില്ലെങ്കിൽ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ജലം, പ്രകൃതിയിൽ നിന്ന് തരുന്ന പ്രകൃതി എന്ന് പറയുന്നത് എന്താ? വായുവായാലും ജലമായാലും പ്രകാശമായാലും എല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതല്ലേ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ട് എന്ത് കാര്യം? ഇപ്പം എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, കുറച്ച് നോളജ് ഉണ്ട്, അറിവുണ്ട്, എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, എല്ലാം ഉണ്ട്, പ്രകാശമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? KSEB ഒരു മാസം പണിമുടക്കിയാൽ നമ്മളൊക്കെ ഇവിടെ പോകും. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരുപാട് ഐഡിയാസിൻ്റെയും ഒരുപാട് നോളജിൻ്റെയും ഒരുപാട് അറിവുകളുടെയും വ്യത്യസ്തമായ തലങ്ങളിലൂടെ ചക്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് നമ്മുടെ സമൂഹം എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. ആ ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നുള്ള തോന്നലും എല്ലാ പേർക്കും വേണം. ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടു, നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ ഈ അമ്പൂരി ഭാഗത്താണ്. അപ്പം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അതിൻ്റെ ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവിന് ഇപ്പുറത്താണ്. അപ്പോൾ അവിടെ ഒരു ബസ്സിൽ യാത്ര പോയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് അവർ. ബസ്സിൽ യാത്ര പോയിട്ട് ബസ് നിർത്തിയപ്പോൾ ബസ് റിവേഴ്സ് വന്നിട്ട് നിർത്തിയെടുത്ത് എല്ലാവരും കളിക്കുന്നു. ഒരു കുട്ടി ബാക്കി പോകുന്നു, ബസ് റിവേഴ്സ് വന്ന് കുട്ടിക്ക് മരണം സംഭവിക്കുന്നു. ഒരു നാട് ഫുള്ളും വിഷമത്തിലാണ്. അപ്പോൾ ഈ യാത്ര അവർ സന്തോഷകരമായിട്ട് തുടങ്ങിയൊരു യാത്രയാണ്. പക്ഷേ ആ യാത്രയുടെ അവസാനം ദുഃഖകരമായിട്ടുള്ള, ഒരിക്കലും മാറാത്ത വേദന ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും സമ്മാനിച്ചുകൊണ്ടാണ് ആ യാത്ര അവസാനിച്ചത്. ഇത് ഞാൻ പറയാൻ കാരണം, നമുക്കെപ്പോഴും വേദനകളുണ്ടാവും, നമുക്കെപ്പോഴും വിഷമങ്ങളുണ്ടാവും,
നമുക്ക് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും, നല്ല കാര്യങ്ങൾ സംഭവിക്കും, സമൂഹം നമ്മളെ വാഴ്ത്തിപ്പാടും, സമൂഹം മോശമായിട്ട് പറയും. എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ വ്യക്തിത്വം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എന്തിനെയാണോ പ്രൊഫഷനായിട്ട് കാണുന്നത്, ആ പ്രൊഫഷനിൽ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥതയാണ് നമ്മുടെ സക്സസ്, ഡെഡിക്കേഷൻ. അവിടെ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ കുറച്ച് ആൾക്കാരുണ്ടാവും, ഉയർത്താൻ ആൾക്കാരുണ്ടാവും. അതാണ് പ്രകൃതിയുടെയും ഈശ്വരൻ്റെയും യഥാർത്ഥം. നമുക്ക് 5 പേര് നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ദൈവം 10 പേരെ നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് വിടുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. അപ്പം ജീവിതത്തിൽ രത്നങ്ങളെന്ന് പറയുന്നതിന് അമൂല്യമായിട്ടുള്ള ഒരു രത്നങ്ങൾ ധരിക്കുന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ ഒരു കെട്ടുറപ്പുണ്ടാവും, അവൻ്റെ ജീവിതത്തിൽ സ്ട്രക്ചർ ഉണ്ടാവും, സ്ഥിരത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ സ്ഥിരതയെന്ന് പറയുന്നത് ധരിക്കുന്ന രത്നത്തിൻ്റെത് മാത്രമല്ല, ഈ പ്രകൃതിയുടേതായിട്ടുള്ള എനർജിയും കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാ പേരും വന്നിട്ട് രത്നം ധരിക്കുമെന്നുള്ള വിശ്വാസ്യതയോടുകൂടി ഞാൻ പറയുന്നതല്ല. വിശ്വാസമാണല്ലോ എല്ലാം, നമുക്കുണ്ടാവുന്ന വിശ്വാസമാണ്. നമ്മൾ രത്നങ്ങൾ മാത്രം സെയിൽ ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്കിപ്പോൾ രത്നങ്ങൾ മാത്രമായിട്ട് സെയിൽ ചെയ്യേണ്ടതായിട്ടുള്ള രത്നങ്ങളായാലും നമ്മുടെ ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം ആയാലും നമ്മുടെ സെയിലിന് വേണ്ടിയിട്ട് നമുക്ക് മാനുഫാക്ചറിങ്ങിലൂടെ നമ്മൾ എടുക്കുന്ന ഡിസൈൻസ് നമ്മൾ സെയിൽ ചെയ്യുക. ആ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പ്രോഫിറ്റുകൾ അത് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി വിനിയോഗിക്കും. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ എല്ലാതരം ലൈസൻസുകളും എടുത്ത് ലൈസൻസിലൂടെ പ്രവർത്തിക്കുമ്പോൾ അത് ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിൽ ഇന്നയാൾ ധരിക്കണം, ഇന്നയാൾ ധരിക്കേണ്ട അങ്ങനെയുള്ള ഒരു ആവശ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് രത്നം ധരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, രത്നത്തിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ കളർ ഗ്രേഡ് എന്താണ്, അത് ഏത് കാറ്റഗറീസ്ഡാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥനാണ്. ശാന്ത റോയൽസ് ചിങ്ങമാസത്തിൽ ട്രിവാൻഡ്രം ആര്യശാലയിൽ ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂമാണ്. ഒരുപാട് അധ്വാനത്തിലൂടെയും ഒരുപാട് കഷ്ടപ്പാടിലൂടെയുമാണ് ഞങ്ങളുടെ ഒരു ഷോറൂംസ് വരുന്നത്. അത് ഒരുപാട് ഡെഡിക്കേഷനിലൂടെ വളരെ ആത്മാർത്ഥപരമായിട്ടുള്ള സമീപനത്തിലൂടെയാണ് ആ ഷോറൂം പ്രവർത്തനമാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് നെഗറ്റീവ് ഉണ്ടാവാം, ഒരുപാട് പേർക്ക് പോസിറ്റീവ് ഉണ്ടാവാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാന്തൻ റോയൽസ് എന്ന് പറയുമ്പം ശാന്ത എന്ന എൻ്റെ അമ്മയുടെ പേരാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ശാന്ത ആയതുകൊണ്ടാണ് ശാന്തം റോയൽസ് എന്നത് ആര്യശാലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ പേര് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ നാച്ചുറൽ ഹൈ ക്വാളിറ്റി സ്റ്റോൺസിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ബേസ് കാറ്റഗറീസിലുള്ള സ്റ്റോൺസുകൾ കൊടുക്കാം. പക്ഷെ ഞാൻ എപ്പോഴും കാറ്റഗറൈസ് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് വെച്ചിട്ട്, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നാച്ചുറൽ സ്റ്റോൺസ് മാത്രമേ, നാച്ചുറൽ സ്റ്റോൺസിൽ ഹൈലി ഇൻക്ലൂഷൻസ് AAA+ കാറ്റഗറീസ് എല്ലാവർക്കും ഇടാൻ സാധിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ബേസ് മോഡലിൽ നിന്ന് മുകളിലോട്ടുള്ള എല്ലാത്തരം സ്റ്റോൺസുകളും, നെക്ലേസുകൾ, ഡയമണ്ട്സിൻ്റെ ഓർണമെൻറ്റ്, ഡയമണ്ട്സിൻ്റെ വിപുലമായൊരു ശേഖരമാണ്. പിന്നെ ഞങ്ങൾക്ക് ഗോൾഡും ഉണ്ട്, ജുവലറീസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടായിട്ട് ഒരു ഏറ്റവും വലിയ ഷോറൂമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ശാന്ത റോയൽസ് വരുന്നത്. അപ്പോൾ അത് വരാനുള്ള ആർജവും ഞാൻ എടുക്കുന്ന എഫേർട്ടും പാരമ്പര്യമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാരമ്പര്യമായിട്ട് ജുവല്ലറി ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരല്ല. എൻ്റെ അച്ഛൻ ഒരു ജുവല്ലറി നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. എൻ്റെ അമ്മ ഒരു ജുവല്ലറി ബിസിനസ്സുകാരിയല്ല. വളരെ സാധാരണ കുടുംബജീവിതത്തിൽ നിന്ന് ആശയങ്ങളിലൂടെ മാത്രം ഉയർന്നു വന്ന് എൻ്റെ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടി സ്വയം കഠിന പ്രയത്നം കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. ഒന്നിനും തോറ്റുകൊടുക്കാത്ത, വിട്ടുകൊടുക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായി ദൈവം എന്നെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഏത് പരാജയത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നെഴുന്നേൽക്കാനുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടുമാണ് ഞാൻ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ശൃംഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ആ ഡയമണ്ടിലൂടെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഡയമണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യമായി ജനങ്ങളിലേക്ക് ഏറ്റവും നല്ല നാച്ചുറൽ ഹൈ ക്വാളിറ്റി ഡയമണ്ട്സ് കാറ്റഗറൈസ്ഡ് ആയിട്ട് GI സർട്ടിഫിക്കറ്റോടുകൂടി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ലോ ഓതറൈസ്ഡ് GI സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ഓരോ മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട്. നമ്മൾ ഒരു സ്റ്റോൺസിനും
അതിൻ്റെ കാറ്റഗറീസ് അനുസരിച്ചിട്ട് നമ്മളെപ്പോഴും ആ സ്റ്റോൺസിൻ്റെ ക്വാളിറ്റി ബേസിൽ നമ്മളെപ്പോഴും വില കൊടുക്കുന്ന ആൾക്കാരാണ്. ക്വാളിറ്റിയിലാണ് നമ്മളെപ്പോഴും വില കൊടുക്കുന്നത്. അതിൻ്റെ റേറ്റിൽ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ക്ലയൻസ് 10 പേരായിക്കോട്ടെ, അവർക്ക് ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന സ്റ്റോൺസിൻ്റെ ക്വാളിറ്റി, ആ സ്റ്റോൺസിൻ്റെ റേറ്റ്, അതെല്ലാം ഞങ്ങൾ വളരെ പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശാന്ത റോയൽസിന് ഇന്നൊരു ഷോറൂമിലേക്ക് എത്താൻ വേണ്ടി ഈശ്വരൻ അനുഗ്രഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥാപനം വരുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് വിളിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സപ്പോർട്ട്, ഞങ്ങളുടെ ക്ലയൻസാണ് ഞങ്ങളുടെ സപ്പോർട്ട്. അവരോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും മാത്രമേ ജീവിതത്തിലുള്ളൂ. കാര്യം ഓരോരുത്തരും നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നതിലുള്ള ക്വാളിറ്റിയാണ് അവർ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി. ഓരോരുത്തരും ഞങ്ങളെ വിളിച്ച് അഭിപ്രായം പറയുമ്പോൾ, ധരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശ്വരാധീനം ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അവരെല്ലാം വീണ്ടും വീണ്ടും ഞങ്ങൾ ആശ്രയിക്കുന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ വെറുതെ വന്നൊരു അഡ്വർടൈസ്മെൻറ്റോ വെറുതെ വന്നൊരു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നതല്ല. ശാന്തം റോയൽസ് എന്ന് പറയുന്നത് നാച്ചുറാലിറ്റിയുടെയും ക്വാളിറ്റിയുടെയും ബേസായിട്ട് മാറുക എന്നുള്ളതാണ്. അത് നമ്മുടെ മുമ്പിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ആ ബ്രാൻഡിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് കൃത്യമായിട്ട് നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാർ, ഇത് ഞാൻ ശാന്ത റോയൽസിനെ കുറിച്ചാണ് പറഞ്ഞത്, വിളിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഈ ആൾക്കാർ നമ്മൾ കൂടുതലായിട്ട് റെഫറൻസ് ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ട www.shantaroyal.in എന്ന് നിങ്ങൾ അടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇന്ന് നമ്പർ 1 വെബ്സൈറ്റായിട്ട് മാറിക്കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങൾക്ക് ഓൾ ഓവർ ദ ഇന്ത്യ ഞങ്ങളുടെ സെലക്ഷൻസിൽ വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഞങ്ങളുടെ ഡയമണ്ട്സിൻ്റെതിലെ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് ഞങ്ങളെത്തി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആത്മസമർപ്പണവും ഡെഡിക്കേഷനും നിങ്ങളെപ്പോലുള്ള ക്ലയൻറ്റുകളുടെ സപ്പോർട്ടും നിങ്ങൾ നമുക്ക് തരുന്ന സ്നേഹവും വാത്സല്യവുമാണ്. ആ സ്നേഹവും വാത്സല്യവും ഇനാഗുറേഷൻ കഴിയുമ്പോഴും നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഞങ്ങൾക്ക് ഡയമണ്ട്സിൻ്റെ ഓർണമെൻറ്റ്സ്, ഡയമണ്ട്സിൻ്റെ മാരേജ് കിറ്റുകൾ ഞങ്ങൾ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ശാന്ത റോയൽസ് പോകുന്നത്. അതിൻ്റെ എല്ലാ അഡ്വർടൈസ്മെൻറ്റും അതിൻ്റെ വീഡിയോസും അതിൻ്റെ കാര്യങ്ങളെല്ലാം പുറകെ വരും. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും വിജയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നല്ല ചിന്താഗതിയും നല്ല മനസ്സിനുടമയായിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കി നമ്മൾ പ്രവർത്തിക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതം എപ്പോഴും പരാജയത്തിലേക്കേ പോകത്തുള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്നവർ എപ്പോഴും നമ്മുടെ കൂടെ കാണും, നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മളെ കൂടെ കാണില്ല. അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നവർ മാത്രമേ നമ്മുടെ കൂടെ എപ്പോഴും കാണത്തുള്ളൂ. നമ്മുടെ മനസ്സിലാക്കാത്തവർ, അവർക്ക് നിശ്ചിതമായൊരു സമയം മാത്രമേ ഈശ്വരൻ കൊടുക്കുകയുള്ളൂ. അവർ നമ്മളിൽ നിന്ന് പോകും. കാര്യം എന്താ? നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ സന്തോഷവും നമ്മളുടെ സമാധാനവും നമ്മളുടെ ചുറ്റുപാടും മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്നവർ, അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ഭാരമാവില്ല ഏത് സാഹചര്യത്തിൽ. അതേ സ്ഥാനത്ത് നമ്മളെ സ്നേഹിക്കാത്തവരാണെങ്കിൽ, അവർ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ, അവരൊരു നിശ്ചിതമായ സമയം കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു വൈബ്രേഷൻ വരും. അതിന് വേറെ ഒന്നും വേണ്ട. ഏതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ മാത്രം മതി. അത് ഏത് ബിസിനസ്സും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഏത് ബിസിനസ്സിലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമുക്കൊരു വിഷമം വന്നാൽ, അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ആര് നമ്മുടെ കൂടെ ഉണ്ട്, ആര് നമ്മുടെ കൂടെ ഇല്ല. ഇല്ലാത്തവർ മോശമായി പോകണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ? അവർക്ക് നന്മയുണ്ടാവണം. കാര്യം എന്താ? ഈശ്വരൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിർത്തും. ഞാനതിനൊരു ഉദാഹരണം പറയാം. എന്നെ ഒരാൾ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. അവർ വിളിച്ചിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഒരു ആവശ്യവുമായിട്ട് അവരൊരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ബിസിനസ്സിൽ ഒരു തകർച്ചയുണ്ടായി. ആ തകർച്ചയുടെ ഉറവിടം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. ഇതിൽ ഞാൻ പുള്ളി വിളിച്ച് ചോദിച്ചത്, ഏത് തരം കല്ലിട്ടാൽ എൻ്റെ ബിസിനസ് എനിക്ക് ഓണായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ തന്നെ എന്നെ ജോയിൻ്റ് ആയിക്കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ബിസിനസ്സിൻ്റെ അകത്തേക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറണമെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഐഡിയ എപ്പോഴും സക്സസ് ആവണമെന്നില്ല. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് കൊണ്ട് ഐഡിയ എന്താ പറയുക, അവിടെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത ചരിത്രമുണ്ട്. അപ്പോൾ ഈ ഐഡിയ എന്ന് പറയുന്ന സാധനം നമുക്ക് വന്നാൽ, ആ ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളവരുടെ ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്താ, അവർ നമ്മുടെ അഭിപ്രായം, നമ്മൾ എടുക്കുന്ന തീരുമാനം എല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല. ആ തീരുമാനങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ഇന്നതിൽ അങ്ങനെയുള്ള നല്ല പാർട്ട്ണർഷിപ്പുകളും ഉണ്ട്.
സന്തോഷത്തോടുകൂടി ചിരിച്ച മനസ്സോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്ന പാർട്ണർഷിപ്പുകളും ഉണ്ട്. അതേസമയം ഏറ്റവും വലിയ ശത്രുക്കളായി പരസ്പരം കലഹിച്ച് പിന്നെ മരണം വരെ സംഭവിക്കുന്ന പാർട്ണർഷിപ്പുകളും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ ഈശ്വരൻ കൊണ്ട് എത്തിക്കുന്ന സ്ഥലം നല്ലതായിരിക്കണേ. നമുക്ക് ആരോടും യുദ്ധം ചെയ്യാനോ ആരോടും വഴക്കുണ്ടാക്കാനോ ആരോടും ഒന്നിനും താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ തന്നെ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡയമണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 5 days 10 days അല്ലെങ്കിൽ പോട്ടെ ഒരു വർഷം ഒരു 3 കല്ല്, ചിലപ്പോൾ കല്ലുകൾക്ക് പൈസ കിട്ടാറില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, എടുക്കുന്ന എല്ലാ കല്ലുകൾക്കും ചിലപ്പോൾ സ്റ്റക്കായി പോകുന്നൊരു സാഹചര്യം വരും. ഇതൊക്കെ ഈ ഭാഗം എല്ലാ ബിസിനസ്സിൻ്റെയും ഭാഗമാണ്. ഇപ്പം നമുക്ക് സെയിൽസ് നടന്നില്ല, നമ്മൾ സ്റ്റക്കായി, നമ്മുടെ എമൗണ്ട്. അപ്പോൾ എമൗണ്ട് നമ്മുടെ മാത്രം ആയിരിക്കത്തില്ലല്ലോ. എപ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും കല്ലുകൾ എടുക്കാനുള്ള എമൗണ്ടുകൾ വേണ്ട. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആൾക്കാരായിരിക്കും. അവർ പല വിലയിരുത്തലുകളും നടത്തും. ആ വിലയിരുത്തലുകൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വിലയിരുത്തലുകളാണെന്നുള്ള ബോധ്യം അവർക്കും ഈ കേൾക്കുന്ന എനിക്കും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ ആ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കും. ആ തീരുമാനത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് എപ്പോഴും തീരുമാനങ്ങൾക്കും അടിയുറച്ച ശക്തി ഉണ്ടാവണം. ആ തീരുമാനങ്ങൾ മറ്റൊരാളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഒരാളുടെ ലൈഫിൽ അവർക്കുണ്ടാവുന്ന വിഷയങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യണം. അപ്പോൾ ഇല്ലാത്ത കാര്യം, എൻ്റെ അടുത്ത് അയാൾ ചോദിച്ചാണ്, നമുക്കില്ലാത്ത ഫണ്ട് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? നമ്മുടെ കയ്യിൽ ഫണ്ട് വേണ്ടേ? അതിനുള്ള പ്രവർത്തനം നമ്മൾ വളരെ ത്വരഗതിയിൽ നടത്തിയാൽ മാത്രമേ ആ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. മിക്ക ബിസിനസ്സുകളും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. മൂലധനം എന്ന് പറഞ്ഞത് അടിസ്ഥാന ഘടകമാണ്. മൂലധനമില്ലാതെ എന്ത് നമ്മൾ ചെയ്യുന്നു അതെല്ലാം ഒരു ഞാണുമേൽ കളിയാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും വേണം. മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സും, നമുക്ക് ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ കോടികൾ സമ്പാദിക്കാൻ പറ്റില്ല. കോടികൾ സമ്പാദിക്കണമെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കോടികളുടെ ബിസിനസ് വേണം. ലക്ഷങ്ങൾ സമ്പാദിക്കണമെങ്കിൽ ലക്ഷങ്ങളുടെ ബിസിനസ് വേണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യയിൽ ഒരു 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള സംരംഭങ്ങളാണെങ്കിൽ അതൊരു 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ മുകളിലുണ്ടാവും. അതേ സ്ഥാനത്ത് 50 കോടി രൂപയുടെ ഒരു സംരംഭമാണ്, 50 കോടി ഒരു 60 കോടി രൂപ ഇടുന്ന ഒരു സംരംഭങ്ങളാണ്. എത്ര എണ്ണം ഉണ്ട്? വിരലിലെണ്ണാവുന്ന ഒരു ഇപ്പോൾ 500 600 അല്ലെങ്കിൽ 1 ലക്ഷം ആയിക്കോട്ടെ. അതേ സ്ഥാനത്ത് 500 കോടി രൂപയുടെ സംരംഭങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഇതെന്തുകൊണ്ടാണ് ഈ സംരംഭങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാവുന്നത്? ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ കടകൾ കാണും. വലിയ വലിയ സംരംഭങ്ങൾ എന്തുകൊണ്ടാണ്? അതെന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് സംരംഭങ്ങളുടെ വ്യാപ്തി കൂടും. അതിന് ഒരാൾക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും അവരുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി കൂടുന്നത് എങ്ങനെയാണ്? അങ്ങനെ കാലിബർ ഉള്ളവർക്ക് നമുക്ക് എപ്പോഴും ആ ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിനിമം ബേസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബേസ് ബിസിനസ് എന്ന് പറയുന്നത് സ്ട്രക്ചറലായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റും. അതിലെന്തോ ലോസ് ഉണ്ടായാലും എന്ത് കാര്യങ്ങളുണ്ടായാലും, ഇപ്പോൾ 1 കോടി രൂപ മുടക്കി ഒരു ബിസിനസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതേ സ്ഥാനത്ത് 50 കോടി രൂപയ്ക്ക് എത്ര പേരുണ്ടാവും? 100 കോടി രൂപയ്ക്ക് എത്ര ബിസിനസ്സുകാരുണ്ട് ഇവിടെ? ഈ ബിസിനസ്സൊക്കെ ഗ്രാജുവലി വളരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കൊരു അംബീഷൻ ഉണ്ടാവണം ബിസിനസ്സിനോട്, നമ്മൾ ചെയ്യുന്ന എന്തിനോടും. ഞാൻ ശാന്ത റോയൽസ് ഡയമണ്ട്സും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ലോങ് ജേണി, ഒരു 16 ഇയേഴ്സിൻ്റെ ജേണി ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് സ്റ്റാർട്ടിങ് പ്രൊസീജിയറിലൊക്കെ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരു കല്ലും സെയിലാവുന്നില്ല, എവിടെ സെയിൽ ചെയ്യണം, എന്ത് സെയിൽ ചെയ്യണം, എങ്ങനെ സെയിൽ ചെയ്യണം, കല്ലുകൾ എങ്ങനെ എടുക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. ഈ കാലെടുത്ത് വെച്ച പ്രൊഫഷൻ കറക്റ്റാണോ, എപ്പോഴും സെയിൽ നടക്കുന്നതാണോ? അപ്പം ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും പോലെ അങ്ങനെ ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയ ആളാണ്. അപ്പോൾ ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് യാത്രകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രകൾ എങ്ങനെയാണ്, ആ യാത്രകളിലൂടെ നമ്മൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ഇന്ന് കാണുന്ന ഒരു ലോങ് ജേണി എന്ന് പറയുന്ന, ഇന്ന് കാണുന്ന ശാന്ത റോയൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ലോങ് ജേണിയാണ്. അതിലൂടെ പഠിച്ച പാഠങ്ങളാണ്. നാളെ ഒരാൾക്ക് വന്നിട്ട് സുപ്രഭാതത്തിൽ വന്നിട്ട് ലക്ഷങ്ങളുടെ കല്ലെടുത്ത് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊരു എക്സ്പീരിയൻസിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റണ്ണിങ് ആണ്. ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹ്യൂജ് ഫണ്ടിങ് വേണ്ട ഒരു ബിസിനസ്സാണ് ഡയമണ്ട്സും
സ്റ്റോൺസും എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ബിസിനസ്സിൻ്റെയും അടിസ്ഥാനകരമായിട്ടും അടിസ്ഥാന ഭാഗമായിട്ടും ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി. അത് നമ്മൾ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് തിരിക്കുന്നത്. ഒന്ന്, കസ്റ്റമേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, ക്ലയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടുള്ള നമ്മുടെ ഡീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ്ങിലൂടെയുള്ള പ്രൊഡക്ഷൻ ബേസ് ആയിട്ടുള്ള സ്ട്രക്ചറുണ്ട്. ഇങ്ങനെയുള്ള സ്ട്രക്ചറിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിലെല്ലാം നമ്മൾ ഗ്രാജുവലി മൂവ് ആവുമ്പോഴാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവുന്നത്. അതിന് നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്നേഹിക്കുന്ന ചുറ്റുപാടും സ്നേഹിക്കുന്ന അന്തരീക്ഷവും പോസിറ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി വൈബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നിടത്ത് മാത്രമേ സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളത് വാസ്തവമാണ്. മാനസികമായിട്ടുള്ള സന്തോഷവും മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയും നിലനിർത്തുമ്പോഴാണ് നല്ല നല്ല ക്രിയേറ്റിവിറ്റി, നല്ല നല്ല ഐഡിയാസും നല്ല നല്ല തോട്ട്സും നമ്മുടെ ഉള്ളിലേക്ക് ജനിക്കുന്നത്. ആ ജനിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് സക്സസ് ആയിട്ടുള്ളൊരു കരിയർ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിളിച്ച ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ഒരു കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം പറഞ്ഞൊരു ചോദ്യമുണ്ട്. അത് കല്ലുകൾ ധരിച്ചതിന് ശേഷം എവിടെ നിന്നോ മേടിച്ച കല്ലാണ് പുള്ളി ധരിച്ചതിന് ശേഷം പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല, ദോഷമേ സംഭവിക്കുന്നുള്ളൂ കൂടുതലായിട്ട്. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇത് അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്ത് വെരിഫൈ ചെയ്തപ്പോൾ പുള്ളിക്ക് ധരിക്കേണ്ടത് ഇന്ദ്രനീലമാണ്, പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് ഡയമണ്ടാണ്. അപ്പം ഞാനിത് നേരത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആൾക്കാരെ നമ്മൾ മണ്ടന്മാരാക്കരുത്. കാര്യം അവർക്കത് ദോഷമായിട്ട് ബാധിക്കും. ഈ ധരിച്ചവരെടുത്താണ് ഈ കല്ല് കൃത്യമായിട്ട് ധരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. അത് ഇപ്പം ഞാൻ എമറോൾഡ് ധരിച്ചിരിക്കുന്നു, ഈ സ്ഥാനത്ത് ഞാനൊരു ഡയമണ്ടാണ് ധരിക്കുകയാണെങ്കിൽ എനിക്കത് ദോഷവശങ്ങൾ സമ്മാനിക്കും എന്നുള്ളത് അനുഭവമാണ്. അല്ലെങ്കിൽ ഈ നമുക്കെന്താ പറയുക, ഈ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ ഒന്ന് ധരിച്ച് നോക്കണം. ധരിച്ച് നോക്കിയിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷം അവർ അഭിപ്രായം പറഞ്ഞു. അപ്പം മനസ്സിലാവും അതെന്താണ്, അതെങ്ങനെയാണ്, അതെങ്ങനെ ബാധിക്കുന്നു. അപ്പം എല്ലാത്തിലും ഒരു സത്യമുണ്ട്. നമ്മൾ കയ്യിൽ ധരിക്കുന്ന രത്നങ്ങൾ കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും ആവശ്യമുള്ള രത്നങ്ങളാണ് ധരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രത്നങ്ങളാണ് ധരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ധരിക്കാൻ പാടില്ലാത്ത ഉത്തമമല്ലാത്ത രത്നങ്ങളാണ് ധരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിനൊരു ഗുണമുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും ആർക്കുമില്ല. കാര്യം എന്താ, അതെന്തുകൊണ്ട് അങ്ങനെ ദോഷം സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണല്ലോ. അഭിലാഷ് ബാലകൃഷ്ണൻ ഇവിടെ വന്നിരുന്നിട്ട് ഡയമണ്ട്സിനെയും സ്റ്റോണിനെയും ഇതിനെക്കുറിച്ചൊക്കെ ഞാനായിട്ട് എൻ്റെതായിട്ടൊരു തിയറി ഉണ്ടാക്കി പറയുന്നതല്ലോ. കാലാകാലങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള എല്ലാ ഘടനകളോടും കൂടി ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായ ലൈസൻസ്, ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ്, ജം മർച്ചൻ്റ് ലൈസൻസ്, ഡയമണ്ട് മർച്ചൻ്റ് ലൈസൻസ് ഓതറൈസേഷൻ, പിന്നെ ടാക്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വച്ചിരിക്കുന്നത്. ഇതൊരു ഹ്യൂജ് പ്രൊഫഷനാണ്. അപ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും നല്ല സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതും ഡയമണ്ട്സിലൂടെയാണ്. മെച്ചപ്പെട്ട ഡയമണ്ട്സ് എപ്പോഴും സ്വർണത്തിന് കണ്ടില്ലേ, ഇപ്പം വില അങ്ങോട്ട് കുറയും, ഇങ്ങോട്ട് കൂടും, അങ്ങോട്ട് കുറയും, ഇങ്ങോട്ട് കൂടും. അചഞ്ചലമായിട്ട് നിൽക്കുമ്പോൾ ഡയമണ്ടിന് എപ്പോഴാണോ മേടിക്കുന്നത് ആ മേടിക്കുന്ന റേറ്റ് തന്നെ നമുക്ക് കൊടുത്താലും കിട്ടും. ഇന്ന് നിങ്ങൾ മേടിക്കുന്ന റേറ്റ് ആണെങ്കിൽ അടുത്ത് കൊടുക്കുമ്പോഴും ആ റേറ്റ് തന്നെയാണ്. റാപ്പ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് മാറുന്നു. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുന്നത് ദ സോഴ്സ് ഓഫ് ബ്യൂട്ടി, എല്ലാത്തിൻ്റെ ഒരു സോഴ്സാണ്. വൈബ്രൻ്റ് ആയിട്ടുള്ള തിളക്കമുള്ള ഒരിതാണ്. അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് മോതിരമായിട്ട് ധരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അത് മോതിരമായിട്ട് ധരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കയ്യിൽ മോതിരമായിട്ട് ധരിക്കുമ്പോൾ ഈ കയ്യിൽ ധരിക്കുന്ന 1 ക്യാരറ്റൊക്കെയാണ് കൃത്യമായിട്ട് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെറിയ സെൻറ്റുകൾ ഇട്ടാൽ അവൻ്റെ എനർജി ഉണ്ടാവുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഡയമണ്ട് പേരിന് മേടിച്ചിട്ട് നമ്മൾ ഡയമണ്ട് ഇടേണ്ടവർ ധരിച്ചു കഴിഞ്ഞില്ല. നെക്ലേസ് ഇടുമ്പോൾ തന്നെയാണ്. നെക്ലേസ് ബാക്ക് സൈഡ് എപ്പോഴും ലോക്ക് ചെയ്തിരിക്കും. ഡയമണ്ട്സിൻ്റെ ചെറിയ 5 സെൻറ്റ് 10 സെൻറ്റ് വെച്ചിട്ട് 1 ക്യാരറ്റ് 1.5 ക്യാരറ്റ് വെച്ച് ഡയമണ്ട് നെക്ലേസ് ഉണ്ടാക്കും. അത് നമ്മൾ മ്യൂസിയത്തിൽ സൂക്ഷിക്കാനും, പിന്നെ വിദേശത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ഓർണമെൻറ്റ്സ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുണ്ട്. പിന്നെ മൂല്യമുള്ള ഡയമണ്ട്സ് ഉണ്ട്.
എപ്പോഴും മൂല്യമുള്ള ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിളക്കം സമ്മാനിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ ഇടുമ്പോൾ ഏത് ഇരുട്ടത്തും നമുക്ക് പ്രകാശപൂരിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് ഡയമണ്ട്. അപ്പം നമ്മൾ അതൊരു വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ എല്ലാ മതത്തിലും രത്നങ്ങൾ ധരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് അത് ഡിഫറെൻറ്റ് നെയിംസിലാണ്. ഒരു കല്ല് ധരിച്ചാൽ ജീവിതത്തിൽ എല്ലാ ഭാഗ്യവും കയറി വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അയാളുടെ ജീവിത സാഹചര്യത്തിൽ, അയാളുടെ ആരോഗ്യപരമായിട്ടുള്ള കണ്ടീഷനിലും ധരിക്കേണ്ട രീതിയിൽ ഒരു രത്നം ധരിച്ചാൽ നമ്മുടെ BP കൺട്രോൾ ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ട് സാധിക്കും, ഒരു സംശയമില്ല. നമുക്ക് കൃത്യമായിട്ട് ധരിക്കേണ്ട ഒരു രത്നമാണ് നമ്മൾ ധരിക്കുന്നെങ്കിൽ ആ രത്നം കൊണ്ട് നമുക്ക് തേടി വരുന്ന ഗുണങ്ങളും നമ്മൾ കൃത്യമാണ്. അതിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്ന വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങൾക്ക് പറയാം, അതാരും നിഷേധിക്കുന്നില്ല. പക്ഷേ അറിവെന്ന് പറയുന്നത്, അറിവ് ഓരോന്നിലും അറിവുണ്ട്, ഓരോന്നിലും അറിവുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നിത്യേന നമ്മൾ കാണുന്ന എല്ലാത്തിലും നമുക്ക് അറിവുണ്ട്. ഇപ്പോൾ ഓരോ നൂതന സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ബസ്സുകളിൽ തന്നെ ഹൈഡ്രജൻ ബസ് വരികയാണ്. അപ്പോൾ ഹൈഡ്രജൻ ബസ് വരുമ്പോൾ ഡീസലുണ്ട്, പെട്രോളുണ്ട്, ഗ്യാസുണ്ട്, ഹൈഡ്രജനായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ രത്നങ്ങളിലും വിവിധ ഘട്ടങ്ങളുണ്ട്. അതൊരു ശാഖയാണ്. രത്നശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാഖയാണ്. അത് ഭൂമിയുമായിട്ടും നമ്മുടെ വിശ്വാസപരമായിട്ടും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നതാണ്. അത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. പ്രപഞ്ചത്തിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതിനെ ഒരു തരത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ക്ലിയറൻസ് വ്യാപൃതമായിട്ട് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രകാശപൂരിതമായിട്ടുള്ള രത്നങ്ങൾ ധരിക്കുമ്പോൾ പ്രകാശപൂരിതമായിട്ടും മനോഹരമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുമെന്ന് പറയുന്നതിൽ അർത്ഥവത്തായി മാറുന്നത് അങ്ങനെയുള്ള ഈ ഡയമണ്ടിൻ്റെ പ്രകൃതിയുടെ ശേഖരമായിട്ട് കാണുന്നുണ്ടാണ്. അപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്ന, യൂണിവേഴ്സിനെ സ്നേഹിക്കുന്ന നമ്മളെല്ലാ പേരും പ്രകൃതിയുടെ കരചലനങ്ങളിലാണ്. പ്രകൃതിയുടെ ഇപ്പം തന്നെ വെനസ്വേലയിലുണ്ടായ ഭൂകമ്പം, ആൾക്കാരുടെ മരണം, പ്രകൃതിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്തൊക്കെ നമ്മളുണ്ടെങ്കിലും എങ്ങനെയൊക്കെ കെട്ടിപ്പൊക്കിയാലും നമ്മൾ ആശ്രയിക്കുന്ന പ്രകൃതിയാണ്. പ്രകൃതിയുടെ താണ്ഡവം, മനുഷ്യന് നിർമ്മിതമായിട്ടുള്ള ഒന്നും നിലനിൽക്കാൻ സാധ്യമല്ലെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വേണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.